വിധത്തില് പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, ദുഃഖങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. ആരോ മന്ത്രവാദം ചെയ്ത് വച്ചിരിക്കുകയാണ്, ആരോ കൂടോത്രം ചെയ്ത് വച്ചിരിക്കുകയാണ്. എന്റെ വീടിന്റെ മൂലയിൽ മുട്ട കുടിച്ചിട്ടത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത് കടന്നു വരുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, പിന്നെ അതിന് പ്രതിവിധി ചെയ്യാൻ ഞാനും നിങ്ങളും ഓടുകയാണ്. നമ്മളിൽ പലരും പിന്നെ അതിന് പ്രതിവിധി ചെയ്യാൻ എന്റെ പ്രിയമുള്ളവരെ മന്ത്രവാദങ്ങൾ നേടി നടക്കുന്നവരുണ്ടല്ലോ, ജ്യോതിശാലയങ്ങൾ കയറി നേറി നടക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, എന്റെ പ്രിയമുള്ളവരെ, ആരുടെ മുന്നിൽ ഓടി ചെന്നിട്ടും പ്രയോജനമില്ലല്ലോ. എല്ലാം അല്ലാഹു തീരുമാനിച്ചു വെച്ചതാ. പടച്ചവന് പണ്ട് തീരുമാനിച്ചു വെച്ചതാണ്. എന്നാണ് പടച്ചവൻ ഇത് തീരുമാനിച്ചത്? നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നു 4 മാസം പ്രായമായപ്പോ, ഞാനും നിങ്ങളും ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നു 4 മാസം പ്രായമായപ്പോ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടുകയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സിറാജ് എന്ന എന്റെ മുന്നിലേക്ക് മലക്ക് കടന്നു വന്നിട്ട് എന്റെ തലച്ചോറിൽ എഴുതി വെക്കുന്നു, സിറാജ്, നീ ഇത്ര വയസ്സ് വരെ ഈ ദുനിയാവിൽ ജീവിക്കും. നിന്റെ ഭാര്യ ഇതാണ്, നിനക്ക് ഇത്ര മക്കളുണ്ട്, നിനക്ക് ഇത്ര സമ്പത്ത് കിട്ടും, തീ തിന്നണ്ട ഭക്ഷണം ഇതാണ്. പടച്ചവനെ, എന്നെ കുറിച്ചുള്ള സർവ്വതും മലക്ക് എഴുതി വെക്കുകയാ. അവസാനം എഴുതി വെക്കുന്നു, സിറാജ്, ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്നു നീ മരിക്കുമടാ സിറാജ്. നിന്നെ കബറടക്കുന്നത് ഇന്ന സ്ഥലത്താണ്. ആ മരിക്കുന്ന സമയത്ത് നീ മുസ്ലിമായിട്ടാണോ കാഫിറായിട്ടാണോ മരിക്കുന്നത്? എല്ലാം എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോഴ് ഒരു മലക്ക് വന്നിട്ട് എഴുതി വച്ചിരിക്കുകയാ. ഇത് മുഴുവനും അനുഭവിക്കാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇത് മുഴുവനും അനുഭവിക്കാതെ എനിക്ക് പോകാൻ കഴിയുമോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ദുഃഖം തരുന്നത്, നിനക്ക് രോഗം തരുന്നത്, നിന്റെ കച്ചവടം നഷ്ടത്തിലാക്കിയത്, നിനക്ക് ലക്ഷങ്ങളുടെ കടം തന്നത്, നിനക്കും മക്കളെ തരാത്തത്, ഇതെല്ലാം പടച്ചവന്റെ തീരുമാനമാണ്. ആരെങ്കിലും മന്ത്രവാദം ചെയ്തു വെച്ചത് കൊണ്ട് മാത്രമല്ല. എന്റെ പ്രിയമുള്ളവരെ, ഓടി നടക്കുകയാണ്. ഓരോ മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് പറയും, എന്റെ സമയം ശരിയാണോ, എന്റെ സമയം ശരിയാണോ? എന്റെ പ്രിയമുള്ളവരെ, നിന്റെ സമയം പറയാൻ ഈ ലോകത്താരെ കൊണ്ടാ കഴിയുക? നിന്റെ സമയം പറയാൻ, ഒരു മനുഷ്യന്റെ ഭാവി പറയാൻ എന്റെ പ്രിയമുള്ളവരെ ലോകത്തൊരു മനുഷ്യനെയും കൊണ്ടും കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാന ആയത്തെടുത്ത് ഓതി നോക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, 5 കാര്യങ്ങൾ അല്ലാഹുവല്ലാതെ ലോകത്തൊരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. 5 കാര്യങ്ങൾ അല്ലാഹുവിനെ അറിയൂ. ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ഈ ലോകമെന്നാണ് തകരുന്നത്, ലോകം അവസാനിക്കുന്നതെന്നാണ്. വെള്ളിയാഴ്ചയാണെന്നല്ലേ പറയാൻ കഴിയൂ? അതിന്റെ അടയാളം പറയാനല്ലേ എല്ലാവർക്കും കഴിയൂ? ഏത് വർഷം, ഏത് മാസം, ഏതാഴ്ചയാണെന്ന് പറയാറ് അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ ഒരു മഖ്ലൂഖിനും കഴിയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വയുനസ്സിലുൽ ഗൈസ. മഴ എപ്പോഴാണ് പെയ്യുന്നത്, മഴ എപ്പോഴാണ് പെയ്യുന്നത്, പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പറയാൻ ഒരു മന്ത്രവാദിയെ കൊണ്ടും കഴിയില്ല. വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, അതാണാണോ പെണ്ണാണോ, അവന് കൈയുണ്ടോ കാലുണ്ടോ കണ്ണുണ്ടോ കരളുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, പറയാൻ പ്രവചിക്കാൻ 3 മാസം കഴിഞ്ഞാലല്ലേ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ? 3 മാസം കഴിഞ്ഞാലല്ലേ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ? അതാ 3 മാസം മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തരാറ് ഈ ലോകത്ത് അല്ലാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു മനുഷ്യന്റെ സമയം പറയാ, ഒരു മനുഷ്യന്റെ ഭാവി പറയാ. നാളെ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാറ്, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ അല്ലാഹുവിനല്ലാതെ ലോകത്തൊരാളെ കൊണ്ടും കഴിയില്ല. ഖുർആൻ പറയുന്നു, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്.
മൗത്ത്. ഒരു മനുഷ്യൻ എവിടെ കിടന്നാണ് മരിക്കുന്നത്, എത്രാമത്തെ വയസ്സില് എവിടെ കിടന്നാണ് മരിക്കുന്നതെന്ന് പ്രവചിക്കാൻ ലോകത്തൊരു മനുഷ്യനെ കൊണ്ടും കഴിയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാഹു നിനക്ക് ദുഃഖം തരുന്നത്, വേദന തരുന്നത്, പ്രയാസങ്ങൾ തരുന്നത് എന്റെ പ്രിയമുള്ളവരെ അതല്ല പടച്ചവന്റെ തീരുമാനമാ, അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. കാരണം അല്ലാഹു പറയുകയാണ്, അള്ളാഹു തന്നെ ചോദിക്കുകയാണ്, അഫഹസല്ലാന്റെ ഖുർആൻ ചോദിക്കുകയാ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. അള്ളാഹു ചോദിക്കുന്നു, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് സുഖിക്കാനല്ല. അല്ലാഹു പറയുകയാണ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്, അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. അല്ലാഹു ചോദിക്കുന്നു, സിറാജേ സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹ് എന്നോട് ചോദിക്കുകയാണ്, എടാ സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പീഡനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അവരനുഭവിച്ചതൊക്കെ അനുഭവിക്കാതെ വെറുതെ സ്വർഗ്ഗത്തിൽ കിടക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ദുഃഖവും ദുരിതവും വേദനയും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാൾ പോലുമില്ല. ഇതെല്ലാം അല്ലാഹ് നിനക്ക് തന്നത് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നോട് പടച്ചവന് ദേഷ്യമുള്ളത് കൊണ്ടല്ല. അല്ലാഹു നിനക്ക് ദുഃഖവും ദുരിതമൊക്കെ തരുന്നത്, നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്, നിന്റെ മക്കളെ നിന്നെ കൊണ്ട് കബറടപ്പിക്കുന്നത്, നിനക്ക് ലക്ഷങ്ങൾ കടം തരുന്നത്, വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായിട്ടും നിനക്കൊരു കുഞ്ഞിനെ തരാത്തത് അല്ലാഹുവിന് വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ടാ, അല്ലാഹുവിന് നിന്നോട് ഇഷ്ടം കൂടിയത് കൊണ്ടാ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന അസദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയായിരുന്നു. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത്, ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത്, ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചത് അത് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിനക്ക് ദുഃഖവും പ്രയാസമൊക്കെ തരുന്നത് നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് നീ പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ, നാട്ടുകാരോട് പരാതി പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അല്ലാഹു 6 പരീക്ഷണങ്ങൾ കൊടുക്കും. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു 6 പരീക്ഷണം കൊടുക്കും. എന്റെ പ്രിയമുള്ളവരെ, ഒരു 6 പരീക്ഷണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഈ പറയുന്ന 6 പരീക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാനോ നിങ്ങളോ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് സന്തോഷത്തോടെ പറയണം, അൽഹംദുലില്ലാഹ്, അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ പടച്ചവൻ എനിക്ക് ഈ പരീക്ഷണം തന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു 6 പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ദഹിക്കണമെന്നില്ല. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ലക്ഷങ്ങളുടെ കച്ചവടമുണ്ടായിരുന്ന കട പെട്ടെന്ന് പൂട്ടി, വീട്ടിലുള്ളവർക്ക് രോഗമായി, പ്രയാസങ്ങളായി, ദുഃഖവും ദുരിതവും തമ്മിലടിയായി. ഉടനെ പറയും, അടുത്തവൻ കൗടോത്രം ചെയ്തതാ, ആരോ എനിക്ക് മന്ത്രവാദം ചെയ്തു വെച്ചിരിക്കാ, തകിട് കുഴിച്ചിട്ടത് കൊണ്ടാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മന്ത്രവാദം ഉണ്ടോ ഇല്ലേ അതെന്റെ വിഷയമല്ല, ഞാൻ അതൊന്നും പറയില്ല. എനിക്കത് വിവാദങ്ങളിലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കൂടോത്രം ചെയ്താൽ ഏക്കുവോ ഏക്കില്ലേ? ഏക്കും.
ആരെങ്കിലും ഒരു മനുഷ്യൻ നശിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഏക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് ചെയ്യാൻ പാടില്ല, വൻപാപത്തിൽ പെട്ടതാണ് മന്ത്രവാദം ചെയ്യൽ. അള്ളാഹു പറഞ്ഞതെന്തേ? അത് ചെയ്യാൻ പാടില്ല, എവനെങ്കിലും ചെയ്ത് അവനുള്ളത് ഞാൻ കൊടുത്തോളാന്ന് അള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളെന്തിനാ ബേജാറാവണേ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടോത്രം ചെയ്യുന്നവനുള്ളത് ഞാൻ കൊടുത്തോളാം അള്ള ഏറ്റിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിക്കണം, അല്ലാതെ ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല ആരുടെ മുന്നിൽ പോയിട്ടും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ മന്ത്രവാദം ചെയ്താൽ അതിന് പ്രതിവിധി ഉണ്ടോ ഇല്ലേ? അതൊക്കെ ഉണ്ട്. ഖുർആനും ദിക്റുകളും അല്ലാതെ വേറെ മരുന്നൊന്നുമില്ല. ഇതൊക്കെ മാറ്റാനുള്ള വഴികളുണ്ടോന്ന് വെച്ചാൽ അതിനുണ്ട്. അതിലൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം അള്ളാഹു 6 പരീക്ഷണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി